സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നവഗ്രഹങ്ങളിൽ പ്രധാന സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ദേവനാണ് ശനിദേവൻ. ശനിയുടെ അപ്രീതി വരുത്തുന്ന ചില കർമ്മങ്ങളുണ്ട്. ഇതുപോലെ ശനിയുടെ പ്രീതി വരുത്താനും സാധിക്കും. ശനിപ്രീതി വരുത്തുന്നത് ദോഷഫലങ്ങൾ മാറി നല്ലത് വരാൻ സഹായിക്കും. കറുപ്പും നീലയും എല്ലാം ശനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. നമ്മുടെ ജീവിതത്തില് നല്ല കാലം വരുന്നതിന്റെ മുന്നോടിയായി ശനിദേവൻ കാണിച്ചു തരുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ആലിലയാണ്. ആലിലയും ഭക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? നാം ഏതെങ്കിലും ശുഭകാര്യത്തിനായി പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആലില വന്ന് പതിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത് ആ യാത്ര സഫലമാകുന്നതിന്റെ സൂചനയാണ്. യാത്രയിൽ ശനീശ്വര അനുഗ്രഹം ലഭിക്കുന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. നല്ല കാലം വരുന്നതിന്റെ ലക്ഷണം ആയിട്ട് ഇതിനെ കണക്കാക്കാം. ഇത് ശനിയാഴ്ചയാണെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച വരുന്നതിന്റെ ലക്ഷണമാണ്. കറുത്ത പശുവിനെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ശനിയാഴ്ച കാണുന്നത് ഏറെ നല്ലതായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്ര ദർശനത്തിനായി ഇറങ്ങുമ്പോഴോ യാത്രാമധ്യേ കാണുന്നതും നല്ലതായി കണക്കാക്കപ്പെടുന്നു. ഇതുപോലെ യാത്രക്കായി ഇറങ്ങുമ്പോൾ നീല വസ്ത്രം ധരിച്ച ആരെയെങ്കിലും കാണുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത് ജീവിതത്തിൽ നല്ലത് വരാൻ പോകുന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. അടുത്തത് കാക്കയാണ്. ശനിദേവന്റെ വാഹനമാണ് കാക്ക അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ശനിയാഴ്ച ദിവസം ഇവ കൂടുതലായി വരുന്നത് നല്ല കാലം വരുന്നതിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഇവയ്ക്ക് ആഹാരവും ജലവും നൽകുന്നത് നല്ലതാണ്. എന്നാൽ ഇവ ശനിയാഴ്ച തലയിൽ തൊടുന്നത് ദോഷമായി കണക്കാക്കുന്നു. ഇതിന് പരിഹാരമായി ശനീശ്വര ക്ഷേത്രത്തിൽ വഴിപാടും നടത്തുന്നത് വളരെയധികം നല്ലതാണ്. അടുത്തത് നീല ശംഖുപുഷ്പമാണ്. നീല നിറത്തിലുള്ള ശംഖുപുഷ്പം ഇതുപോലെ നല്ല കാലത്തിന് ലക്ഷണമായി കണക്കാക്കാം. ശനിദേവന്റെ പ്രധാന പുഷ്പമാണ് നീല ശംഖുപുഷ്പം. ഇത് പ്രസാദമായി ലഭിക്കുന്നതും ആരെങ്കിലും നമുക്ക് കൊണ്ടുപോയി തരുന്നതും നല്ലതായി കണക്കാക്കപ്പെടുന്നു. ഇത് ശനിയാഴ്ച ലഭിക്കുന്നതും ഏതെങ്കിലും കർമ്മത്തിന് മുന്നോടിയായി ലഭിക്കുന്നതും ശുഭമായി കണക്കാക്കപ്പെടുന്നു. അടുത്തത് കറുത്ത നായ ശനിയാഴ്ച ദിവസം വീടുകളിൽ വരുന്ന ഉത്തമമായി കണക്കാക്കുന്നു. ഇത് വീട്ടുവളപ്പിലോ വരുന്നത് നല്ല കാലം വരുന്നതിന്റെ മുന്നോടിയായി കാണാം. ഇതുപോലെ ഇവയെ ക്ഷേത്രത്തിന് പുറത്ത് കാണുന്നതും നമുക്ക് നല്ല കാലം വരുന്നതിന്റെ സൂചനയാണ്. ഇവയ്ക്ക് ഭക്ഷണം നൽകുന്നത് നല്ലതാണ്. അപ്പോൾ ജീവിതത്തിൽ നല്ല കാലം വരുന്നതിന്റെ അല്ലെങ്കിൽ നല്ല കാലം വരാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.